കൊല്ലം തേവലക്കരയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂളിലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യും. ഗുരുതര പിഴവ് അംഗീകരിക്കാനാകില്ലെന്നും അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ സ്കൂൾ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. നടപടി എടുക്കാതിരിക്കാനുള്ള കാരണം കാണിച്ച് മാനേജ്മെന്റ് നോട്ടീസ് നൽകും. അത് വിദ്യാഭ്യാസ അവകാശ ചട്ടങ്ങളിൽ പറയുന്ന കാര്യമാണ്. നോട്ടീസിന് മാനേജ്മെന്റ് 3 ദിവസത്തിനുള്ളിൽ മറുപടി രേഖാമൂലം നൽകണം. സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം. അത് മാനേജ്മെന്റാണ് ചെയ്യേണ്ടത്. മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യും. ഈ നടപടികളൊന്നും ഒരു കുഞ്ഞിൻ്റെ ജീവനക്കാർ വരുന്നൊന്നുമല്ല. മാനേജ്മെന്റ് കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കണം. വൈദ്യുത വകുപ്പിന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ കർശന നടപടിയെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പ്രതികരിച്ചു. സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് മന്ത്രി ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞു. വൈദ്യുതി വകുപ്പിൻ്റെ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായ ശക്തമായ നടപടി ഉണ്ടാവും. അതിലിപ്പോൾ 2 പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. KSEBിയുടെ ലൈനുകൾ പരിശോധന നടത്തി ആവശ്യം വേണ്ട സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് വൈദ്യുതി ബോർഡിന് ഇപ്പോൾ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സുരക്ഷാ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും തയ്യാറല്ല എന്ന് ഇവിടെ ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിവാദ പ്രസ്താവനയിൽ മന്ത്രി ജെ ചിഞ്ചുറാണി ഖേദം പ്രകടിപ്പിച്ചു. വാക്ക് മാറിപ്പോയതാണ്, ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിച്ചതാണ്, കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കാളിയാകുന്നുവെന്നും മിഥുന്റെ വീട് സന്ദർശിച്ച ശേഷം മന്ത്രി പറഞ്ഞു. അങ്ങനെ പറയരുതായിരുന്നു. പക്ഷെ കുഞ്ഞതിൻ്റെ മേളിൽ കയറി എന്നുള്ളത് സത്യമാണ്. അങ്ങനെ കയറി എന്നുള്ളത് പറഞ്ഞാൽ ഒരു വാക്കങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ. ഞാൻ ഇതിൻ്റെ കുടുംബത്തിനോട് ഇപ്പോൾ സഹകരിക്കുകയാണ്. അവരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കാളിയാകുകയാണ്. ഗവൺമെൻറ് ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ യുവജന സംഘടനകളുടെ ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പാലക്കാട് ഓഫീസിലേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിനെതിരെ പോലീസ് പലവട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. വിവിധ രാഷ്ട്രീയ യുവജന സംഘടനകൾ തേവലക്കര സ്കൂളിലേക്കും പ്രതിഷേധ മാർച്ചുമായി എത്തി. അതേസമയം ഇന്നലെ മരിച്ച മിഥുന്റെ അമ്മ സുജ നാളെ രാവിലെ വിദേശത്തു നിന്ന് നാട്ടിലെത്തും. 10 മണിക്ക് തേവലക്കര സ്കൂളിൽ പൊതുദർശനം നടത്തും. 4 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാരം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്ന വിവരം. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നമുക്ക് ഷമീർ അബ്ദുലിനോട് ചോദിച്ചറിയാം. ഷമീർ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെച്ചതിൽ നിന്ന് തന്നെ തുടങ്ങാം. സംസ്കാരം സംബന്ധിച്ചുള്ള വിവരങ്ങളിലേക്കാണ് ആദ്യം തന്നെ പോകേണ്ടത്. സംസ്കാരം 4 മണിക്ക് നടക്കുമെന്ന് പറയുന്നു. അമ്മയുടെ യാത്ര സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും സുഗമമായി തന്നെ നടക്കും എന്നുള്ള പ്രതീക്ഷയാണോ വീട്ടുകാർക്കുള്ളത്? അമ്മ രാവിലെ തന്നെ എത്തും. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ? ഒപ്പം സംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങളും എത്തരത്തിലാണ് എന്നുള്ളത് ആദ്യം തേടുന്ന കാര്യം. അതോടൊപ്പം തന്നെ ഇന്ന് നടന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ വായിച്ചു. വിവിധ മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടറിഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു വിശകലനവും മാത്രമല്ല, ഈ ഘട്ടത്തിലും പ്രതിഷേധം ഇരമ്പുന്ന സാഹചര്യം തന്നെയാണ് കൊല്ലത്തും സംസ്ഥാനത്ത് പാലക്കാടും ഒക്കെ ഉള്ളത്. ഈ സാഹചര്യങ്ങളും എങ്ങനെയാണ് ഷമീർ? സംഗീത, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ അമ്മ എത്തിയ ശേഷമായിരിക്കും, മിഥുൻ്റെ അമ്മ സുജ എത്തിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും കൊടിക്കുന്ന് സുരേഷ് MPയുടെ ഓഫീസ് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് കുവൈറ്റിലെ ഇന്ത്യൻ അംബാസഡർ ഇവരെ തുർക്കിയിലുണ്ടായിരുന്ന സുജയെ തിരിച്ചു വിളിക്കുകയായിരുന്നു. അവർ ഇന്ന് തുർക്കിയിലേക്ക് വൈകിട്ടോടെ തുർക്കിയിൽ നിന്നും കുവൈറ്റിലേക്ക് തിരിക്കും. 9:30 കുവൈറ്റിലെ വിമാനത്താവളത്തിലെത്തും. അതിനുശേഷം അവർക്ക് പുലർച്ചയോടുകൂടി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വിമാനമുണ്ട്. 8:55 അവർ അവിടെ എത്തിച്ചേരും. അതിനുശേഷം 11 മണിയോടുകൂടി വീട്ടിൽ എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം ഈ കുട്ടിയുടെ പൊതുദർശന ചടങ്ങുകൾ ഈ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഈ ബോയ്സ് ഹൈസ്കൂളിൽ ഈ കൃത്യം നടന്ന സ്കൂളിൽ വെച്ച് ഈ പൊതുദർശന ചടങ്ങുകൾ നടക്കും. അതിനുശേഷം 5 മണിയോടുകൂടി നമ്മളിപ്പോൾ നിൽക്കുന്ന അവരുടെ കുടുംബ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ സ്കൂളിൽ വലിയ
പ്രതിഷേധങ്ങൾ നടന്നു. BJP ബാരിക്കേഡ് ചാടിക്കടന്ന് സ്കൂളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. അങ്ങനെ പ്രതിഷേധ പരമ്പരകൾ തന്നെ RYF, യൂത്ത് കോൺഗ്രസ്, KSU അടക്കമുള്ള വിവിധ സംഘടനകൾ വലിയ പ്രതിഷേധം ഇന്നും ഉയർത്തുകയും ചെയ്തു. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ മനോജ് കുമാർ സ്കൂളിലെത്തി സ്കൂൾ സന്ദർശിക്കുകയും ഇത് അക്ഷന്തവ്യമായ ഉത്തരവാദിത്തക്കേടാണ്, ഇത് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് അദ്ദേഹം KSEBയെയും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിനെയും കുറ്റപ്പെടുത്തി. ഇതിനുശേഷം ഏറ്റവും പ്രധാനമായി അദ്ദേഹം ചെയ്തത് ഇതിൽ പ്രധാനമായും പോലീസിനെ വിളിച്ച് അദ്ദേഹം സംസാരിച്ചു. ഉത്തരവാദികളായ അധ്യാപകർ ഉണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കണം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായും ഇതിൽ KSEBയുടെ ഉദ്യോഗസ്ഥർക്കെതിരെ ആവശ്യമെങ്കിൽ നടപടിക്ക് ശുപാർശ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്കൂളിലേക്ക് കടന്നു പോകുന്ന ലൈൻ, വൈദ്യുത ലൈൻ, ആ വൈദ്യുത ലൈൻ അടിയന്തരമായി അഴിച്ചു മാറ്റാനും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനുശേഷം അദ്ദേഹം മിഥുൻ്റെ വീട്ടിലെത്തി മിഥുൻ്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. ആ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ ചെയ്യും. അതുപോലെ തന്നെ നേരത്തെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞതുപോലെ സ്കൂൾ മാനേജ്മെൻറ്റും അത്തരത്തിൽ സഹായം ചെയ്യാൻ അവരും തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും. ആർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് തന്നെ അത് അതീവ ഗൗരവമായിട്ടാണ് തങ്ങൾ കാണുന്നത് എന്നാണ് ബാലാവകാശ കമ്മീഷനും പറഞ്ഞത്. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും സുരക്ഷിതമാണ് എന്ന് മന്ത്രി ശിവൻകുട്ടി കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു അൺഎയ്ഡഡ് സ്കൂളിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഇതിൽ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള മാത്രം നടപടിയിലേക്ക് പോകരുത്. എല്ലാ ഉദ്യോഗസ്ഥർക്കും, അത് KSEB അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കണമെന്ന് കോൺഗ്രസ് ഇതിനിടെ ആവശ്യപ്പെടുകയും ചെയ്തു. കോൺഗ്രസ് കൊല്ലം DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടേക്കെത്തി അത്തരമൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റും അത്തരമൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. നിലവിൽ പോലീസ് ഒരു അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ശാസ്താംകോട്ട DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇന്നലെ തന്നെ മിഥുൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആ അമ്മയുടെ വരവും കാത്താണ് ആ കുട്ടിയുടെ മൃതദേഹം അവിടെ ഉള്ളത്. എന്തായാലും അമ്മയുടെ വരവ് വളരെ വേഗത്തിൽ സാധ്യമാക്കി എന്ന് വേണം പറയാൻ. അവർ തുർക്കിയിലായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഈ സ്കൂളിലെ അധ്യയനം വരും ദിവസങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് നമ്മൾ ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ ഇത്തരത്തിൽ ഈ അപകടകരമായ വൈദ്യുത ലൈൻ ഉൾപ്പെടെ അവിടെ നിന്ന് നീക്കം ചെയ്ത ശേഷം മാത്രമേ സ്കൂളിലെ അധ്യയന വർഷം ആരംഭിക്കുകയുള്ളൂ, ഈ സ്കൂൾ തുറക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എന്തായാലും ആ നടപടികളൊക്കെ തന്നെ ഇന്ന് നടത്തുമെന്നാണ് KSEB അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ബാലാവകാശ കമ്മീഷന്റെ സിറ്റിംഗ് പൂർത്തിയായി. സ്കൂൾ അധികൃതരുമായൊക്കെ അദ്ദേഹം സംസാരിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഞ്ചായത്ത് അംഗത്തിൻ്റെ മൈനാഗപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അനുമതിയും, അതായത് സ്കൂളിൽ ഇത്തരത്തിൽ മിഥുൻ കയറിയ ഷെഡ് കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു അനുമതിയും പഞ്ചായത്ത് നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ചൊരു ചോദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ഷെഡ് നിർമ്മിച്ചപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകിയില്ല എന്ന് ചോദിച്ചു. അത് ഞങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ചയാണെന്ന് അദ്ദേഹം ഏറ്റുപറയുകയും ചെയ്തു. അങ്ങനെ പരസ്പരം വീഴ്ചകളും പഴിചാരലുകളുമാണ് സംഗീത ഈ ഒരു സംഭവത്തിന് പിന്നിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പോലീസിന്റെ FIRലാണ് പ്രതീക്ഷയുള്ളത് എന്നാണ് അവരുടെ കുടുംബാംഗങ്ങൾ പറയുന്നത്. എന്തായാലും നാളെ ഈ കുട്ടിയുടെ അമ്മ ഇവിടെ എത്തുന്നതോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തും. ഇന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി മന്ത്രി KN ബാലഗോപാൽ അതുപോലെ മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരുമെന്നാണ്, ഈ കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സംഗീത.